ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീസ് വ്ലോഗ്. അപ്പോൾ ദേ കോട്ടക്കലിന്റെ തെരുവിലൂടെ നെസ്റ്റോൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തേത് ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ നെസ്റ്റോൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ നാളൊക്കെ നമുക്ക് ഫിഷ് പൊള്ളിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫിഷ് വാങ്ങാൻ വന്നിരിക്കട്ടോ. നമ്മ ഫിഷ് വാങ്ങാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഫിഷ് നോക്കി കേട്ടോ, ഇവിടുന്ന് ഒരൊറ്റ വരണ്ട്. അപ്പൊ ഏത് സെലക്ട് ചെയ്യണ്ടേ നോക്കട്ടോ. അതെ, നമ്മള് മെയിൻ ആയിട്ട് ഇവിടെ വന്നെ നെസ്റ്റോക്ക് വന്നെ നല്ല ഫ്രഷ് ഫിഷ് വാങ്ങാന്നുള്ള ഒരു ഇതിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. കരിമീൻ വാങ്ങണോന്നുള്ള ഒരു ഡൗട്ടില് നിക്കണം. നോക്കാം. അപ്പൊ നാളേക്കുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണ്ടേ. നമ്മളുടെ പർച്ചേസിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഓയില്. എല്ലാ പർച്ചേസിലും ഉണ്ടാവും ഓയില്. ഈ ഓയില് ഞാൻ എടുത്തേ, ഇനി എടുക്കണോ? വെളിച്ചെണ്ണ നോക്കണേ, വെളിച്ചെണ്ണ കഴിഞ്ഞു. ഏത്? ഇത് വേണം. കടലില്ലെങ്കിലും കുഴപ്പമില്ല. ഗ്രീൻ പീസ് ആണ് വേണ്ടത്. ഗ്രീൻ പീസ് $26. സവോള 21. ചെറിയൊരു പർച്ചേസ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കൊണ്ട് പെരുന്നാളിന് ശേഷം ഇപ്പോഴായിരിക്കും ഒരു പർച്ചേസ് ചെയ്യണത്. അതുവരെ ഞാൻ ഇടക്കിടക്ക് പോവാറൊന്നുമില്ല. ഇപ്പോഴാണ് ഒരു പർച്ചേസ് കഴിഞ്ഞത്. ഇതൊക്കെ എടുത്ത് വെക്കണം, ഫുഡ് കഴിക്കണം, നിന്നാക്കാം. അപ്പൊ ഇതേ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മള് ഫിഷൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യണം. ഗ്രില്ല് ചെയ്യണതിന് മുന്നേ നമുക്ക് ആദ്യം ഈ ഗ്രില്ല് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ. കുറച്ച് നാളായി ഇപ്പം ഞാനിത് വെള്ളം ഒഴിച്ചപ്പോൾ കണ്ടിട്ട് കയ്യുമൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. കുറച്ച് നാളായി ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിത് കഴുകട്ടെ. വെള്ളം പോവാൻ വെക്കാട്ടോ. എവിടെ പോയെന്ന് വെച്ചാ പൊറോട്ട വാങ്ങി. അപ്പൊ നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാം അല്ലേ? ഫിഷ് ഗ്രില്ല് ചെയ്തതിനോട് കൂടിയിട്ട് പൊറോട്ട. അതെ. അപ്പൊ അതെ, നമ്മളെ ഫിഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ചടകയില് ചട്ടകം, ഗ്രില്ല്, പിന്നെ എന്തൊക്കെ ഉണ്ടിച്ചാ മണ്ണെണ്ണ എല്ലാം ഉണ്ട്. നമുക്ക് ഗ്രില്ല് ചെയ്ത് തരാം. ചന്ദ്രനെ കുതിച്ച് നിക്കുന്നുണ്ട് കേട്ടോ. നല്ല കാർമേഘം വന്നിരുന്നാണ്. ഇവിടെ ഒരു മഴയും പെയ്തിട്ടില്ല. ഉമ്മച്ചിക്ക് വിളിച്ചപ്പോ ഉമ്മച്ചി പറഞ്ഞ അവിടെ നല്ല മഴ ഉണ്ടെന്ന്. പക്ഷെ നമുക്കിവിടെ മഴ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. 2-3 ദിവസമായി നമുക്കിവിടെ മഴയില്ല. നമ്മ ഇതേപോലെ ലാസ്റ്റ് എപ്പോഴെന്ന് വെച്ചാ ഗ്രില്ല് ചെയ്ത് ചിക്കൻ ഗ്രില്ല് ചെയ്ത് അന്ന് എന്തായിരുന്നു? ചടവത്രക്കല്ല. പിന്നെ ഇത് പെരുന്നാളല്ല, വേറെന്തോ ഇതേപോലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാരും ഉണ്ടായപ്പോ നമ്മ ഇവിടുന്ന് നമ്മ രണ്ടാളും വന്നിട്ട് ഇതേപോലെ ചുട്ടിട്ടങ്ങോട്ട് താഴെക്കൊണ്ട്. അത് ഇതേപോലെ നൈറ്റ് ആയിരുന്നില്ല, ഒരു പകലായിരുന്നു, കാലത്തായിരുന്നു. ആ ടൈമില് അങ്ങനെ ചെയ്ത്. ഇത്തമാരുള്ളപ്പോ ചെയ്യുമ്പോണ് ഒരു രസം വരാം. ഇനി ഇൻഷാ അല്ലാഹ് ഇത്തമാര് വരുമ്പോ ചെയ്യാല്ലേ. ഫയർ അല്ലേ? ഉച്ചാനെ തീയിൽ കൂടെ ഒക്കെ കാണുമ്പോ എന്ത് രസാണ്. കുരുത്തങ്ങട്ടെന്ന് പറയണ്ടേ, തീയിൽ കുരുത്തൊന്നല്ല. നല്ല കളർ ഇങ്ങനെ കാണുമ്പോ. തണുത്തിട്ട് ചിന ചൂടുള്ള നിക്കല്ലേ, മണലിലുള്ള. ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അടിപൊളി ഇട്ടിട്ടുണ്ട്. ഇച്ചോടി ഇരിപ്പായി.
മിന്നർച്ചിലൊക്കെ ഉണ്ട് ഇട്ടിച്ചാ. നമുക്ക് ചിലപ്പോ മഴ കിട്ടായിരിക്കും. അതെ, ഇത് കഴിയട്ടെ. അപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 1 മിനിറ്റും കൂടെ അല്ലേ, 1 മിനിറ്റും കൂടെ കഴിഞ്ഞാല് നമുക്ക് തീർക്കാട്ടോ. ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയും പൊറോട്ടയും മീനും കൂടി, മീന് അതെ അതും കൂടി ഗ്രില്ല് ചെയ്ത മീൻ. അപ്പൊ അതും കൂടെ കൂട്ടി അടിപൊളിയായിട്ട് കഴിക്കാം. ഉമ്മി ഉറങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല. ഉറങ്ങിയാല് അതെ ഉണർത്തും. ഓക്കേ, ഇപ്പൊ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മെല്ലാം കൊണ്ട് താഴത്തേക്ക് പോകണം കേട്ടോ. ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, പൊറോട്ട കേട്ടോ. ഫിഷ് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെ അടിച്ചാ ഇഷ്ടായോ? ഞാൻ കഴിക്കട്ടെ കേട്ടോ. മീനിന്റെ കണ്ണ് പൊന്നുവിന്റെ ഫേവറേറ്റ് ഉണ്ടോ. പൊന്നു കത്തറിന്ന് വന്നപ്പോ മീനിന്റെ കണ്ണ് അതൊക്കെ ഇഷ്ടായി തുടങ്ങി. നമുക്ക് ഇഷ്ടായില്ലേ? രണ്ടാം ചേട്ടൻ മുള്ളൂരും ബാക്കിയൊക്കെ എങ്ങനെയുണ്ട്? വിഷയമുണ്ട്. അതിന്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എല്ലാരും കമന്റ് ചെയ്യാട്ടോ. ലിങ്ക് അയച്ചിരുന്നാണ്. എല്ലാരും കമന്റ് ചെയ്യാം. ഫുൾ വീഡിയോ ഉണ്ട്. മീൻ എത്ര പല്ലുണ്ട് ചിന? ഒരു സൈഡില് 14, 28. മീന്റെ പല്ലൊക്കെ 32 ഉണ്ടാവായിരിക്കുണ്ടോ. നമ്മൾ എത്ര കിട്ടിയുള്ളൂ. അപ്പൊ ഈ അവസ്ഥ ലാസ്റ്റ് ഫൈനലി ഈ ഒരു അവസ്ഥ ആയിട്ടുണ്ട്. മുള്ളു മാത്രമായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും.